വചനമൊഴി ഒക്ടോബർ 7. വചനഭാഗം ഹെബ്രായർ 4:1-11, ലൂക്കായുടെ സുവിശേഷം 11:14-23. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ ഊമയായ ഒരു പിശാചിനെ ബഹിഷ്കരിക്കുകയായിരുന്നു. പിശാച് പുറത്തുപോയപ്പോൾ ആ ഊമ സംസാരിച്ചു. ജനക്കൂട്ടം അത്ഭുതപ്പെട്ടു. അവരിൽ ചിലർ പറഞ്ഞു, അവൻ പിശാചുകളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ടാണ് പിശാചുകളെ ബഹിഷ്കരിക്കുന്നത്. വേറെ ചിലർ അവനെ പരീക്ഷിക്കാൻ സ്വർഗത്തിൽ നിന്നൊരടയാളം അവനോട് ആവശ്യപ്പെട്ടു. അവരുടെ വിചാരങ്ങൾ അറിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു, അന്തചിത്രമുള്ള ഓരോ രാജ്യവും വിജനമാക്കപ്പെടും, ഭവനം ഭവനത്തിന്മേൽ പതിക്കും. സാത്താൻ തനിക്ക് തന്നെ എതിരായി ഭിന്നിച്ചാൽ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഞാൻ ബേൽസെബൂലിനെ കൊണ്ട് പിശാചുകളെ ബഹിഷ്കരിക്കുന്നുവെന്ന് നിങ്ങൾ പറയുന്നു. ബേൽസെബൂലിനെ കൊണ്ടാണ് ഞാൻ പിശാചുകളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പുത്രന്മാർ ആരെ കൊണ്ടാണ് ബഹിഷ്കരിക്കുന്നത്? അതുകൊണ്ട് അവർ നിങ്ങളുടെ വിധികർത്താക്കളായിരിക്കും. എന്നാൽ ദൈവത്തിന്റെ വിരൽ കൊണ്ടാണ് ഞാൻ പിശാചുകളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ശക്തൻ ആയുധധാരിയായി തന്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവനുള്ളവയെല്ലാം സുരക്ഷിതമാണ്. എന്നാൽ കൂടുതൽ ശക്തനായൊരുവൻ അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ അവൻ ആശ്രയിച്ചിരുന്ന ആയുധങ്ങൾ മറ്റേയാൾ അപഹരിക്കുകയും കൊള്ള മുതൽ ഭാഗിച്ചെടുക്കുകയും ചെയ്യും. എന്നോട് കൂടെയല്ലാത്തവൻ എനിക്ക് എതിരാണ്. എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് സുവിശേഷത്തിലൂടെ നമ്മോട് പറയുന്നത് അന്തചിത്രമുള്ള ഭവനങ്ങളും രാജ്യങ്ങളും തകർക്കപ്പെടും, പെട്ടെന്ന് ഇല്ലെന്നാകുമെന്നാണ്. കുടുംബങ്ങളാണെങ്കിലും സമൂഹങ്ങളാണെങ്കിലും നിലനിൽക്കണമെങ്കിൽ ഐക്യവും സ്നേഹവും കൂട്ടായ്മയും ഉണ്ടാകണം. ഭിന്നതകളുള്ള കുടുംബങ്ങൾ, അന്തഛിദ്രമുള്ള കുടുംബങ്ങൾ പെട്ടെന്ന് ഇല്ലെന്നാകും. വീണ്ടും ഇന്ന് തിരുവചനം നമ്മോട് പറയുന്നു, തന്നോടുകൂടി ശേഖരിക്കാത്തവൻ ചിതറിക്കപ്പെടും. ഈ കൂട്ടായ്മ കുടുംബത്തിന്റെ ആണെങ്കിലും സമൂഹത്തിന്റെ ആണെങ്കിലും കൂട്ടായ്മ മിശിഹ കേന്ദ്രീകൃതമാകണം. ഈശോയോട് ചേർന്ന് നിൽക്കുന്ന കുടുംബങ്ങൾ എന്നും നിലനിൽക്കും. അവിടുന്ന് നൽകുന്ന സമാധാനം ആ കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കും. ഈശോയുടെ നാമത്തിൽ ഒന്നിച്ചു ചേരുവാനും ആ കൂട്ടായ്മയിൽ നിലനിൽക്കുവാനും സാധിക്കുക എന്നാണ് ഇന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മിശിഹായോട് ചേർന്ന് ജീവിതത്തെ രൂപപ്പെടുത്തുവാൻ, മിശിഹായോട് ചേർന്ന് ശേഖരിക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവവചനം ശ്രവിച്ച് ദൈവവചനാനുസൃതമായ ജീവിതത്തിലൂടെ മിശിഹായോട് ചേർന്നിരിക്കുവാൻ നമുക്കും പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.